വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഗുരുവിന്റെ കൂടെ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യന്റെ സമൂഹം വിദ്യ അഭ്യസിക്കുന്നതിനെയാണ് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത്. സാധാരണ ഒരു 5 വയസ്സുള്ളപ്പോഴൊക്കെയാണ് ഒരു ബാലൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒരു ഗുരുവിന്റെ അടിയിലേക്ക് കൊണ്ടുവരുന്ന ആ ഗുരുവിന്റെ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് ഗുരുവിന്റെ ദൈനംദിന ജീവിതത്തിലൊക്കെ പങ്കുചേർന്നുകൊണ്ട് പാചകമാണെങ്കിൽ പാചകം, കൃഷിയാണെങ്കിൽ കൃഷി, മൃഗപരിപാലനമാണെങ്കിൽ മൃഗപരിപാലനം, ഇങ്ങനെ വ്യത്യസ്തമായ തൊഴിലുകളൊക്കെ അഭ്യസിച്ച് ഇടയ്ക്കിടയ്ക്ക് ഗുരുവിന്റെയും വേദങ്ങളിൽ നിന്നും ഉപദേശത്തിൽ നിന്നും സൂക്തങ്ങളിൽ നിന്നും ഒക്കെയുള്ളതായ കാര്യങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഏകദേശം ഒരു 25 വയസ്സ് വരെ അങ്ങനെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തെയാണ് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു ഗുരുവും ശിഷ്യനും ചേർന്ന് യാത്ര പോവുകയാണ്. ദീർഘമായ ഒരു യാത്രയാണ്. രാവിലെ പുറപ്പെടുകയും ചില കാര്യങ്ങളൊക്കെ ഈ സാധാരണ പറയുമല്ലോ, ഈ എക്സ്പെരിമെന്റ് പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ നടത്തി വിദ്യ ആർജിക്കുന്ന ഒരു കാലം നമ്മുടെ കരിക്കുലം എല്ലാം മാറിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ സാധാരണ ബുക്കിഷ് എന്ന് പറയും, നമ്മൾ പുസ്തകത്തിൽ നിന്ന് കാണാപ്പാടം പഠിച്ച് എന്താണ് പരീക്ഷാ പേപ്പറിൽ നമ്മൾ കൊണ്ടുപോയി അവിടെ അതിങ്ങനെ എഴുതി വെക്കും, ശ്രദ്ധിച്ചു വെക്കുക എന്നാണ് എന്നെ പറഞ്ഞത്. നമ്മളിത് കാണാപ്പാടം പഠിക്കുന്നതിനെ പരീക്ഷാ താളിലേക്ക് എന്നാൽ പണ്ടൊക്കെ നമ്മൾ ഈ പരീക്ഷാ പേപ്പറിന്റെ ഘനം നോക്കിയാണ്. പണ്ട് ഞാൻ അവിടെ കണ്ടു, ഇവിടെ പണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ സമരം നടന്നപ്പോൾ അധ്യാപകരെ വാല്യുവേഷന് കിട്ടാതെ വന്നു. ആ സമയത്ത് പലപ്പോഴൊക്കെ അവരുടെ ക്യാമ്പിലേക്ക് ഉള്ളതായ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പൊ അവര് നമുക്ക് ഇവർക്ക് ഇതുപാട് പേര് പിടിയുന്നില്ല. അപ്പൊ അവർ പറഞ്ഞു, നമുക്ക് വെയിറ്റ് എടുത്ത് നോക്കാം, ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള ആൻസർ ഷീറ്റ് നമുക്ക് മാർക്ക് കൊടുക്കുക. അങ്ങനെ ഒരു പ്രാവശ്യം മാർക്ക് ദാനം കൊടുത്ത ഒരു പാരമ്പര്യം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. നല്ലതെല്ലാം മാറി വരികയും, കാരണം ഇങ്ങനെ ചുമ്മാതെ പഠിച്ചിട്ട് നമ്മളെ കൊണ്ട് ഒരു പ്രയോജനമില്ല. നിഷ്കാമകർമ്മ എന്ന് പറഞ്ഞാല്, നിഷ്ഫല എന്ന് പറയുന്നത് ഒരു പ്രയോജനമില്ല. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എന്നാൽ അതിൽ നല്ലതാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പ്ലംബിംഗ് ചെയ്യാനായിട്ട് പഠിക്കുന്നത്, അത്യാവശ്യം ഇലക്ട്രിക്കൽ വർക്ക് പഠിക്കുന്നത്, അത്യാവശ്യം കൃഷി സംബന്ധമായ കാര്യങ്ങൾ പഠിക്കുന്നത്, അത്യാവശ്യം ഭക്ഷണം പാചകിക്കാൻ. സാധാരണ ചിന്തയോടെ സ്ത്രീകൾ മാത്രമാണ് അടുക്കളയിലേക്കുള്ള എൻട്രൻസ് ഉള്ളൂ. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ആ ഒരു സ്ത്രീകൾ പാചകം ചെയ്യുന്ന ഭക്ഷണമൊക്കെ എങ്ങനെ ഭക്ഷിച്ച് അതിന്റെ അഭിപ്രായം പറയുന്നത്, സാമ്പാറിൽ എന്താണ്, കത്തിരിക്ക കുറഞ്ഞു പോയല്ലോ, സാമ്പാറിൽ പരിപ്പ് കുറഞ്ഞു പോയി, ഇങ്ങനെയൊക്കെ ഇവാലുവേഷൻ നടത്താനായിട്ടുള്ളവരാണ് പുരുഷന്മാർ എന്നുള്ള ചിന്തകളുണ്ട്. എന്നാൽ അത് മാറി ഇന്ന് പ്രിയമുള്ളവരെ, അത് മാറി ഒരു പുതിയ റെവല്യൂഷനാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ ഇന്നിങ്ങനെ പുസ്തകം കാണാപ്പാടം പഠിക്കാൻ, ജോലി കിട്ടണമെങ്കിൽ പുസ്തകം കാണാൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കൈവച്ചുകൊണ്ട് തൊഴിലില്ലാതെ നടക്കുന്ന വലിയ കാര്യമെന്ന് പറയുന്നത്. തൊഴിലറിയാമോ എന്നുള്ളത്, എഞ്ചിനീയർ ആയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഡോക്ടർ ആയതുകൊണ്ട് കാര്യമൊന്നുമില്ല, MBBS കഴിഞ്ഞുകൊണ്ട് മാത്രം ജോലി കിട്ടണമെന്നില്ല, എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ടോ, MD ഉണ്ടോ, MS ഉണ്ടോ, അത് പോരാ, സൂപ്പർഫിഷ്യാലിറ്റി ഉണ്ടോ എന്നുള്ള ഒരു കാലഘട്ടത്തിലുണ്ട്. അത് നല്ലൊരു മാറ്റമാണ്. കാരണം പണ്ടൊക്കെ നമ്മൾ ബ്രിട്ടീഷ് സമുദായത്തിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ, സർട്ടിഫിക്കറ്റിന്റെ മഹത്വം കണ്ടുകൊണ്ട് കളർഫുൾ ആയ സർട്ടിഫിക്കറ്റ് ആണ്, ഓക്കെ ഇറ്റ്സ് വെൽ ഡൺ, ഗുഡ്. അത് മാറി തൊഴിൽ ചെയ്യാനായിട്ട് പഠിക്കാത്ത കാര്യങ്ങൾ. അത് എന്ന് പറഞ്ഞാൽ അതാണ് ഈ ഗുരുകുല സമ്പ്രദായം എന്നായിരുന്നു. അത് നമുക്ക് വളരെ പൗരാണികമായ പാരമ്പര്യം, എന്നാൽ അത് നഷ്ടപ്പെട്ടു പോയതായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഗുരു ശിഷ്യന്മാരെ യാത്ര ചെയ്യുന്നു, ഇരുള് മാറി വരുന്നു, പ്രകാശ സൂര്യൻ ഉദിച്ചു വരുന്നു. അപ്പോൾ ഒരു ശിഷ്യന് ഒരു സംശയം, ഒരു നിരീക്ഷണത്തോട് ചോദിക്കുകയാണ്. ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എങ്ങനെയാണ് ഇരുള് മാറി പ്രകാശം ലഭിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്? എന്റെ ജീവിതത്തിൽ ഇരുള് മാറി, ഗുരോ, ഈ പദം ഇരുളെന്ന് എടുത്തതാണ്. ഗുരോ, ഗു എന്ന് പറഞ്ഞാൽ, രോ എന്ന് പറഞ്ഞാൽ ഇരുൾ, ഗുരോയെ മാറ്റുന്നത് എന്താണോ അതാണ് ഗു. ഗു പ്ലസ് രോ, ഗുരോ. ഗുരു എന്ന് പറഞ്ഞാൽ അന്ധകാരത്തെ മാറ്റി വെളിച്ചം പകരുന്നത് ആരാണോ അവരാണ് ഗുരു. ആരുമായിവിടെ അന്ധകാരത്തെ മാറ്റി, നമ്മുടെ ഉള്ളിലുള്ള കട്ട പിടിച്ച ഇരുട്ടിനെ മാറ്റി, അന്ധകാരത്തെ മാറ്റി പ്രകാശം പകരുന്നവൻ ആരായാലും അവര് ഗുരുവാണ്. അതിപ്പോ നമ്മൾ ഡയറക്റ്റ് പഠിപ്പിക്കണമെന്നില്ല. ഉദാഹരണമായിട്ട് ഞാൻ ശ്രീനാരായണ ഗുരു, അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ സംസ്കൃതത്തിലും മലയാളത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല വിപ്ലവകരമായ ചിന്തകൾ കേരള സമൂഹം ഇനി മനസ്സിലാക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഗുരുവായിട്ട് കാണുന്ന ധാരാളം ആൾക്കാരുണ്ട്. കാരണം അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു വർഗം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ ഒന്നായാൽ മതി. മതമേതായാലും
മനുഷ്യൻ നന്നായത് എത്ര ആപ്തമായ അല്ലെങ്കിൽ എത്ര ഉദാത്തമായ ഒരു തത്വശാസ്ത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ ഗുരുവിനോട് ചോദ്യമാണ്, എങ്ങനെയാണ് വെളിച്ചം വന്നു എന്ന്, അന്ധകാരം മാറി വെളിച്ചം. അപ്പൊ ഗുരു ഈ ശിഷ്യന്മാരെ വിളിച്ചു, നിങ്ങൾ പറഞ്ഞു എങ്ങനെയാണ് ഈ ഇരുള് മാറി വെളിച്ചം? പലരും പല തരത്തിൽ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, സൂര്യൻ ആ മലയുടെ വേളയിൽ ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അന്ധകാരം മാറിയിരിക്കുന്നു, പ്രകാശം വന്നിരിക്കുന്നു. ഓക്കെ, നല്ല കാര്യം. വേറൊരു ശിഷ്യൻ പറഞ്ഞു, ആ മരത്തിന്റെ മുകളിലേക്ക് നോക്കിക്കേ, ആ മരത്തിന്റെ ഇലകളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് പ്രകാശം. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു ശിഷ്യൻ മാത്രം ഗുരുവിനോട് പറഞ്ഞു, അവർ കുറച്ചുകൂടെ നിരീക്ഷണവും ഈ തത്വശാസ്ത്രത്തിലൊക്കെ വളരെ താല്പര്യമുള്ള ശിഷ്യനാണ്. ഇങ്ങനെ പറഞ്ഞു, ഗുരു, എന്റെ അനുഭവത്തിൽ നിന്ന് ഇത്രയും കാലം അങ്ങയുടെ കൂടെ ഞാൻ താമസിച്ചതിൽ എനിക്ക് മനസ്സിലായത്, അടുത്ത് നിൽക്കുന്ന സഹോദരന്റെ മുഖം എപ്പോഴാണോ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അപ്പോഴാണ് പ്രകാശം വന്നിരിക്കുന്നത്. അടുത്ത് നിൽക്കുന്ന സഹോദരിയുടെ മുഖം എപ്പോഴാണോ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോഴാണ് അന്ധകാരം മാറി പ്രകാശം വന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗുരു പറഞ്ഞു, അതാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. അടുത്ത് നിൽക്കുന്ന സഹോദരൻ ആരുമായിക്കൊള്ളട്ടെ, ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ലാതെ അവന്റെ മുഖം തിരിച്ചറിഞ്ഞ് അവന്റെ മുഖത്തിന്റെ സൗന്ദര്യം കാണാന്നുള്ളതല്ലേ പറഞ്ഞത്. അവന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അയൽവക്കക്കാരന്റെ വേദനകൾ രോദനങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്നതാണ് പ്രിയമുള്ളവരെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ മടങ്ങി വന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കുറെ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനെ മാത്രമായിട്ട് നമുക്ക് ഈ ലോകത്തിൽ കുറെ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളത് മാത്രം ഒന്നുമില്ല. സ്നേഹവും കരുണയും ആർദ്രതയും, പണ്ടൊക്കെ ഇന്റലിജൻസ് IQ എന്നാണ് പറഞ്ഞത്, IQ ഇന്റലിജന്റ് കോഷ്യന്റ്, എന്നാൽ അത് മാറി ഇമോഷണൽ കോഷ്യന്റ് ഉള്ളതാണ്. ആൽബർട്ട് ഐൻസ്റ്റീനെ ലോകത്തിന് വേണം, പക്ഷെ എല്ലാവരും ആൽബർട്ട് ഐൻസ്റ്റീൻമാരായാൽ ലോകത്തിന് നിലനിൽപ്പില്ല. ഈ ജാതി സമ്പ്രദായത്തെ കുറിച്ച് ഉപനിഷത്തുകൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വേദങ്ങൾ നമുക്ക് 4 വേദങ്ങളാണുള്ളത്. ഞാൻ ഈ ഇന്ത്യൻ ഫിലോസഫിയിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിക്കൊണ്ട് മാത്രമാണ് ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ച് പറഞ്ഞത്. അത് മഹത്തായ ഒരു ലോകത്തിലെ ഏറ്റവും മഹത്തായ പാരമ്പര്യമാണ് ഭാരതത്തോട്. 25,000 വർഷം പാരമ്പര്യമാണ് നമ്മുടെ വേദങ്ങൾക്കുള്ളത്. അത്രയൊന്നും നമ്മുടെ അടുത്ത് വരാനായിട്ട് ഒരു രാജ്യത്തിനുമില്ലേ. ബ്രിട്ടീഷുകാരൊക്കെ 500-600 വർഷങ്ങളായുള്ള ഫിലോസഫി ഉണ്ടായി, വെസ്റ്റേൺ ഫിലോസഫി. ഇന്ത്യൻ ഫിലോസഫിക്ക് 25,000 വർഷത്തെ പാരമ്പര്യം. കാരണം എന്താണെന്നോ, നമ്മുടെ ഇവിടെയുള്ള പിതാക്കന്മാരും മാതാക്കളും പൂർവികരായ പൗരാണികരായ പിതാക്കന്മാരും മാതാക്കളും ഒക്കെ വളരെ ഡിവോഷണൽ ലൈഫാണ്, ധ്യാനാത്മകമായ ജീവിതം ഉള്ളതുകൊണ്ട് സംതൃപ്തി പ്രാപിച്ചുകൊണ്ട് നന്മ നൽകുന്ന ജഗദീശനും നന്ദി പറഞ്ഞുകൊണ്ട് എപ്പോഴും ധ്യാനാത്മകമായ ജീവിതം. അതുകൊണ്ടാണ് മാമുനിമാര് ഗുഹകളിലൊക്കെ എടക്കാട് ഗുഹ എന്ന് പറയുന്ന വയനാട് ഗുഹയുണ്ട്. അതിന്റെ പാരമ്പര്യം വളരെ വർഷങ്ങളുടെ പാരമ്പര്യം. അവിടെ പൗരാണികമായ പിതാക്കന്മാരും മാതാക്കളും ഒക്കെ താമസിച്ചിരിക്കും. ആദ്യത്തെ ലോകത്തിലെ ചിത്രങ്ങൾ, നമുക്ക് ഗുഹാചിത്രങ്ങൾ കാണുന്നത് എടക്കാട് ഗുഹയിലാണ്. ഓർത്ത് നോക്കിക്കേ, ഈ കേരളത്തിൽ എത്ര പഴമയാണ് നമുക്ക് നമ്മുടെ പാരമ്പര്യം, അല്ലെങ്കിൽ ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് എത്ര പൗരാണികമായ പാരമ്പര്യമാണ്. അപ്പോൾ ഈ വേദങ്ങളില് മൃഗധാരിണ ഉപനിഷത്തില് ഒക്കെ പറയുന്നുണ്ട് ജാതി എന്തിനാണ്. ജാതി ആരംഭിച്ചത് യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ എന്നാലും നന്മയ്ക്ക് വേണ്ടിയാണ് ആരംഭിച്ചത്. പിന്നീട് അത് ഭവിഷ്യത്തായി മാറി, അത് ദോഷമായി മാറി. എന്നാൽ ഒരു സമൂഹമുണ്ട്, സമൂഹത്തിന്റെ പല തട്ടുകളുണ്ട്. ഉദാഹരണമായിട്ട് പല ക്ലാസ്സുകളുണ്ട്. ചില തൊഴിലിന് വേണ്ടി എന്ത് ചെയ്തു സമൂഹത്തിൽ. ഇത് ആദ്യമേ യഥാർത്ഥത്തിൽ നമ്മള് സിന്ധു നാഗരിക സംസ്കാരത്തിൽ ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷമാണ് നമ്മള് ജാതി ഉണ്ടായത്. എന്താ നമുക്കറിയാം, ആര്യൻ തീയതി എന്നൊക്കെ പറയും, നമുക്ക് വളരെ സുപരിചിതമാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ആദിമ നിവാസികൾ എന്ന് പറയുന്നത് ദ്രവിഡിയൻ വംശജരാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കാണുന്നവരെ അവരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവരായിട്ടാണ് സാധാരണ കണക്കാക്കുന്നത്. ഇവിടെയുള്ള സൗത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആന്ധ്രയിലും കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഇവൻ ശ്രീലങ്കയിലും, പണ്ട് ശ്രീലങ്കയിൽ കേരള ഭാരതത്തിൽ ഒരുമിച്ച് കിടന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെയുള്ള ആദിമ നിവാസികളെ ദ്രവിഡിയൻസ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ കേൾക്കുമ്പോൾ സംശയം തോന്നും, ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ എന്ന് പറയുന്നത് തമിഴാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലരും കണ്ണ് അല്ലെങ്കിൽ നെറ്റി ചോദിക്കും. തമിഴാണ് ലോകത്തിലെ ആദ്യത്തെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് തമിഴാണ്. തമിഴിൽ നിന്നാണ്. കാരണം തമിഴിലുള്ള എഴുത്തുകളാണ് ലോകത്തിലെ ഏറ്റവും പൗരാണികമായ സിന്ധു നാഗരിക സംസ്കാരങ്ങളിൽ മതിലുകളിലൊക്കെ തമിഴ് ലിപികളിൽ പദ്യശാലകൾ എഴുതി വെച്ച് ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വർഷം, അതായത് 10,000 വർഷത്തെ പഴക്കമാണ്.
അത് കഴിഞ്ഞൊക്കെ വളരെ പുരാതന അല്ലെങ്കിൽ ആധുനിക കാലത്തുണ്ടായാലാണ് സംസ്കൃതവും ഈ ഗ്രീക്കും ഹീബ്രുവും ഒക്കെ വലിയ പാരമ്പര്യം 2000 1500 വർഷമൊക്കെ ഉള്ളൂ. തമിഴ് ഭാഷയാണ്. തമിഴിൽ നിന്നാണ് മലയാളത്തിന്റെ വിഭാഗങ്ങൾ ഉണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സിന്ധു നാഗരിക സംസ്കാരത്തിന്റെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് അവരെ കീഴടക്കി സിന്ധു നാഗരിക സംസ്കാരത്തിൽ വളരെ ഉന്നതമായ വികസനത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനസമൂഹത്തെ അവരെ വന്ന് എവിടുന്നാണ് ഇറാനിൽ നിന്ന് സ്റ്റെപ്പി പുൽമേടുകൾ ഉണ്ട് ഇറാനിലെ അവിടെയുള്ള പർവ്വത നിലകൾ അവിടെ കൂടുതൽ ഈ ആടുകളെ വളർത്തുന്ന ആൾക്കാരാണ്. അവരെയാണ് സ്റ്റെപ്പി ഫാമേഴ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഖസാക്കിസ്ഥാനിൽ നിന്ന് ഒക്കെ ഒരു സമൂഹം ഭാരതത്തിലേക്ക് വന്നു. കാരണം ഭാരതം എന്ന് പറയുന്നത് കാലാവസ്ഥ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കാലാവസ്ഥയാണ്. നമ്മുടെ ഭാരതത്തിലുള്ള പ്രത്യേകിച്ച് കേരളത്തിലുള്ള കാലാവസ്ഥ ലോകത്തിൽ ഒരിടത്തുമില്ല. വിന്റർ കഠിനമായ മഞ്ഞുകാലവും കഠിനമായ വേനൽക്കാലം ഒക്കെയുള്ള ദേശങ്ങളാകുമ്പോൾ നമ്മുടെ ഭാരതം പ്രത്യേകിച്ച് കേരളം ഏറ്റവും ഈ കേരളത്തെ കുറിച്ച് പറഞ്ഞത് പാഞ്ചിയ എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡത്തില് കേരളം യഥാർത്ഥത്തിൽ മഡഗാസ്കറിനോട് ചേർന്ന് കിടന്ന ഭൂഭാഗമാണ്. അതിന് തെളിവുകളുണ്ട്. കേരളത്തിലുള്ള ഒട്ടുമുക്കാതി ജന്തു സസ്യജാലങ്ങൾ മഡഗാസ്കറിലുണ്ട്. അപ്പോൾ ഭൂഖണ്ഡങ്ങൾ ശക്തമായ ഭൂമികളിൽ പ്ലേറ്റുകൾ ഇന്ന് പ്ലേറ്റുകൾ മാറിക്കൊണ്ടിരിക്കുക. ഹിമാലയ പർവ്വതം അങ്ങനെ ഉണ്ടായതാണ്. മൗണ്ട് എവറസ്റ്റ് ഈ പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായതാണ്. ഇന്നും ആഫ്രിക്ക ഭൂഖണ്ഡം രണ്ടായിട്ട് കെനിയയോട് ചേർന്ന് അത് രണ്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മഡഗാസ്കറിനോട് ചേർന്ന് കിടന്ന കേരളം എന്ന് പറയുന്ന ഈ പ്രദേശം ശക്തമായ ഭൂകമ്പത്തിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഇന്ത്യയോട് കൂടി വന്ന് ചേർന്നതാണ്. ആ കൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഹിമാലയം എമർജ് ചെയ്ത് വന്നത്, മൗണ്ട് എവറസ്റ്റ് വന്നത്. ഞാൻ പറയാൻ കാരണം പ്രിയമുള്ളവരെ, ജാതി ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഈ ആര്യന്മാര് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് ചെയ്തു? അവർക്ക് പല തൊഴിലും അറിയത്തില്ല. ഇറാനിലൊക്കെ കഴിഞ്ഞവര് ആടുകളെ മേയിച്ച് നടന്നവർക്ക് അവർക്ക് മുടിവെട്ടാനും അലക്കാനും ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? അവര് ഈ ദ്രവിഡിയൻസിന്റെ മേലിൽ ചില ആധിപത്യം കൊണ്ടുവന്നു. അവർ പറഞ്ഞു, ഇന്ന കാലത്ത് നിങ്ങൾ ഇന്ന കാലത്ത് ഞങ്ങൾക്ക് ഈ തൊഴിൽ ചെയ്ത് തരണം, ഞങ്ങളെ തുണി അലക്കി തരണം, ഞങ്ങളുടെ മുടി അല്ലെങ്കിൽ താടി അല്ലെങ്കിൽ രോമം ക്ഷൗരം ജയിച്ചു തരണം. അതുപോലെ ചിലര് ഞങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്യണം, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല, ഞങ്ങൾ ആടുകളെ മേടിച്ച് ഹബിരുവായിട്ട് നടന്നിട്ടുള്ള ആൾക്കാരാണ്, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുള്ള ആൾക്കാരാണ്. അത് ഹണ്ടർ ഗാദേഴ്സ് എന്ന് പറയുന്ന വിവാദത്തിൽപ്പെട്ടവർ, വേട്ടയാടി നിൽക്കുന്നവരാണ്. അങ്ങനെയാണ് ആദ്യത്തെ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായത്, ജാതി ഉണ്ടായത്. പക്ഷെ പിന്നീട് എന്തായി? തൊട്ടുകൂടായ്മയും വീണ്ടുകൂടായ്മയൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് അത് അപകടകരമായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും ഞാൻ പേപ്പറിൽ വായിക്കുകയുണ്ടായി, ഒരു IPSകാരൻ മധ്യപ്രദേശിൽ IPSകാരൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം SC വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വേണ്ട പരിഗണന, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു IASകാരിയാണ്. ഓർക്കണം, IPSകാരനായ മനുഷ്യന് തന്റെ ഓഫീസിൽ വേണ്ട പരിഗണന കിട്ടാതെ വന്നുകൊണ്ട് സ്വന്തം സെക്യൂരിറ്റിയുടെ സർവീസ് റിവാൾവർ എടുത്ത് അദ്ദേഹം വെടിവെച്ച് മരിക്കുകയാണ്. ഇന്നും ആധുനിക കാലഘട്ടത്തിൽ ഈ ജാതിയുടെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുക. ഇതിന്റെ മധ്യത്തിലാണ് പ്രിയമുള്ളവരെ സഭയുടെ വിദ്യാഭ്യാസ ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വായിച്ചു കേട്ട വിധമാണ് നെഹമ്യാവിന്റെ വളരെ സുന്ദരമായ ചില വിശദീകരണങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ നെഹമ്യാവിനെ കുറിച്ച് പറയുമ്പോൾ നെഹമ്യാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ the second builder of the Jerusalem എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. രണ്ടാമത് ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം നെഹമ്യാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ജെറുസലേമിലേക്ക് വന്നത്. രസകരമായ കാര്യമുണ്ട്, ബാബിലോണിൽ ഏകദേശം 80, കൃത്യമായി പറഞ്ഞാൽ 80 വർഷക്കാലമാണ് പ്രവാസത്തില് ഇസ്രായേൽ മക്കൾ കഴിഞ്ഞത്. അവിടെ ചെന്ന് നല്ല ചാപ്പാട്, കാരണം ഇസ്രായേലിൽ കിട്ടുന്നതിനെക്കാട്ടും നല്ല കൂടുതൽ സൂപ്പും സോപ്പ് സാൽവേഷൻ, അതാണല്ലോ സാൽവേഷൻ ആർമിയുടെ ഒരു തത്വശാസ്ത്രം എന്ന് പറഞ്ഞ നല്ല സൂപ്പും ഒക്കെ ആയിട്ട് നല്ല സ്പൈസസ് ഒക്കെ ഇട്ട് ഇറാഖാണ് ബാബിലോണ്. അവിടെ ചെന്ന ആധുനിക സംവിധാനങ്ങളും അത് മാത്രമല്ല ആടിനെയും മാടിനെയും മേയിച്ച് നടന്നിരുന്ന ഈ ഒരു വിഭാഗം ആൾക്കാർ അവിടെ ചെന്നപ്പോൾ തൊഴിൽ പഠിക്കാനായിട്ട് തുടങ്ങി. ബാബിലോണിയൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ ടെക്നോളജിയുടെ കേന്ദ്രമാണ്. നമുക്കറിയാം, നമ്മള് ലോക മഹാത്ഭുതങ്ങളില് ബാബിലോണിലെ അത് കുറച്ച് നശിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഗാർഡൻ ലോകത്തിലെ ഏറ്റവും വലിയ വിസ്മയമാണ്. എന്തുമായാലും ചില ഭാഗങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ ഗാർഡനെ ഈ ആകാശത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് ഡൽഹിയിലെ ഇരുമ്പ് പിടിക്കാൻ അല്ലെങ്കിൽ ഇരുമ്പ് തൂൺ അറിയാതെ തുരുമ്പ് പിടിക്കാത്തതായ ഇരുമ്പ് തൂൺ എന്ന് പറഞ്ഞ പോലെ, ആഗ്രയിലെ മാർബിൾ സൗധം എന്ന് പറഞ്ഞ പോലെ പ്രശസ്തമാണ് ബാബിലോണിലെ ഈ തൂങ്ങിക്കിടക്കുന്ന ഗാർഡൻ. ആകാശത്തിൽ എങ്ങനെയാണ് ഇത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതെന്ന് ഇന്നും ലോകത്തിൽ മനസ്സിലാക്കുക. അത്രമാത്രം ടെക്നോളജി ഉള്ളത്. ഈ മൺപാത്ര നിർമ്മാണം, എഴുത്തും പേപ്പറും എല്ലാം ബാബിലോണിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്.
ഇവരെന്ന് പറയുന്നു ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പല സിംബൽസും നമ്മൾ ബാബിലോണിയൻ സംസ്കാരത്തിൽ നിന്നാണ്, ഹബിരു വേദിരു എന്ന് പറയുന്ന സംസ്കാരത്തിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി ഈ ചെറുപ്പക്കാരെ എല്ലാം ബാബിലോണിലേക്ക് നെബൂഖദ്നേസർ രാജാവ് BC 587 കൃത്യം ഡേറ്റ് ആണ്. കാരണം ഇതിന്റെ ചില സ്റ്റോൺ എഡിക്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ശിലാലിഖിതങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പോർട്ട് ചെയ്യുക, ഇവരെ പിടിച്ചുകൊണ്ടുപോയി. ഈയിടെ പറഞ്ഞ ഗാസയുമായിട്ടുള്ള ഇടപെടലിൽ ഗാസ അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികൾ ധാരാളം ഇസ്രായേലിനെ പിടിച്ചുകൊണ്ടുപോയി ഈ കഴിഞ്ഞ ദിവസം അവരെ വിട്ടുകൊടുക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ചിലർ ഡെഡ് ബോഡിയൊക്കെ ആയി തിരിച്ചു കിട്ടിയത്. കുറച്ചുപേര് മാത്രമേ ജീവനോട് തിരിച്ചു വന്നുള്ളൂ, ഹമാസിന്റെ വെളിസംഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോയത്. ഇത് തന്നെയാണ് ലോകത്ത് നടന്നത്. ഈ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു, അവരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി നല്ല തൊഴില്, നല്ല ഭാഷ, ഈ ദാനിയേലും ഒക്കെ അങ്ങനെ പോയവരാണ്. അവരുടെ കൂട്ടത്തിൽ അവരുടെ എല്ലാം മരണശേഷം പുതിയൊരു രാജാവ് വന്നപ്പോൾ, സൈറസ് എന്ന് പറയുന്ന രാജാവ് വന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലാണ് 40-ാം അധ്യായത്തിൽ സൈറസിനെ കുറിച്ച് വളരെ വ്യക്തമായി വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൈറസ് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു സെക്യുലർ രാജാവായിരുന്നു. പാഴ്സി മതത്തിൽ, പാഴ്സികൾ എന്ന് പറഞ്ഞ എല്ലാവരെയും അംഗീകരിക്കുന്നതാണ്. ഹിന്ദു മതത്തിന്റെയൊക്കെ മാതാവ് എന്ന് പറയുന്നത് പാഴ്സി മതമാണ്. അപ്പോൾ സൗരാഷ്ട്ര മതത്തിലെ ഈ രാജാവ് പറഞ്ഞ എല്ലാവരെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെ ലോകത്തിലേക്ക് എന്ത് ചെയ്തു, നിങ്ങൾ തിരിച്ചു വെക്കൂ, പക്ഷെ കുറച്ച് പേര് മാത്രമേ വരാനായിട്ട്. നമ്മളിപ്പം ഈ കാനഡയിലും ജർമ്മനിലും ഒക്കെ പോയാൽ എന്ത് ചെയ്തു, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സൗകര്യങ്ങളെല്ലാം കാണുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണമെന്നില്ല. ഓസ്ട്രേലിയയിൽ പോയാൽ തിരിച്ചു വരണമെന്നില്ല. കാരണം ഇവിടെ എന്താ, ട്രാഫിക് ജാം അല്ലെ, ഇവിടെ ആകെ പ്രശ്നങ്ങളെ. നമ്മൾ ഒരു തൊഴിലുമില്ലെങ്കിൽ എല്ലാവരുടെയും കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് നമ്മുടെ ഏറ്റവും വലിയ തൊഴിൽ എന്ന് പറയുന്നത് അല്ലെ. ഒന്നുമില്ലെങ്കിലും നമ്മൾ ആരുടെയും അന്വേഷിക്കേണ്ടിയിരിക്കും. വഴിയിൽ അവനെന്ത് ചെയ്യുന്നു, അവനെന്ത് ചെയ്യുന്നു, അവളെന്ത് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അവിടെയുള്ള രാജ്യങ്ങളിലുള്ളവർക്ക് ഇതിനൊന്നും സമയമില്ല. അവര് 90 വയസ്സ് വരെ ജോലി ചെയ്തു, വാട്ടിലും ഒക്കെ ജോലി ചെയ്തു. അവർക്ക് മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാൻ സമയമില്ല. അവർക്ക് എന്ത് ചെയ്യണം, വാടക കൊടുക്കണം, അവർക്ക് ടാക്സ് കൊടുക്കണം, കിട്ടുന്നതിന് ഇത്ര ശതമാനം കൂടുതൽ ശമ്പളം കിട്ടിയാൽ കൂടുതൽ ടാക്സ് കൊടുക്കണം. നമുക്കിങ്ങനെ ഇതൊന്നും വേണ്ടാത്തതുകൊണ്ട് നമുക്ക് സൗജന്യമായി കിട്ടുന്നത് നമുക്ക് ഒത്തിരി സമയമുണ്ട്. മറ്റുള്ളവരുടെ കാര്യമാണ് നമുക്ക് താല്പര്യം. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും ശരിയായില്ലെങ്കിൽ കുഴപ്പമില്ല. അയൽവക്കക്കാരൻ എങ്ങനെയാണ്, അവന്റെ വീട്ടിൽ പുക വീഴുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായ വിഷമാണ്. അയ്യോ പുക വീഴുന്നുണ്ടല്ലോ, എന്റെ വീട്ടിൽ പുകയില്ലല്ലോ. അവന്റെ വീട്ടിൽ പുക ഉയരാനാകുന്നതാണ് നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത്. പക്ഷെ മറ്റു രാജ്യക്കാരെന്ന് പറയുന്നത് അവർക്ക് സമയമില്ല, അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഒരു ദിവസത്തിൽ 12 മണിക്കൂർ ജോലി ചെയ്താലും അവരുടെ ഉപജീവന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സംഭവമുണ്ട്. ഞാനിങ്ങനെ പലയിടത്തും താമസിച്ചിട്ടുണ്ടാണ് പറയുന്നത്. സൗത്ത് കൊറിയ തുടങ്ങി പല രാജ്യങ്ങളിൽ, 4-5 രാജ്യങ്ങളിൽ ചെയ്ത. അപ്പൊ അവിടെയെല്ലാം ഞാൻ കണ്ടതായ കാര്യം ഇതാണ്, അവരെല്ലാം വളരെ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ആണ് പല കാര്യങ്ങളിലും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ജാതി പറയാനും സമയമില്ല. ആ ഒരു സംസ്കാരത്തിൽ നിന്നാണ് പ്രിയമുള്ളവരെ നമുക്ക് ഇപ്പോൾ ഈ മൈഗ്രേഷൻ വന്നത്. ഞാൻ ബാബിലോണിലേക്ക് പോയിട്ട് തിരിച്ചു വരാത്തൊരു കാര്യമാണ്. പലരും പറഞ്ഞു ഞങ്ങൾ തിരിച്ചില്ല. എന്താ വെച്ചാൽ അങ്ങോട്ട് പോയി ഇവിടെ മതിൽ തകർന്ന് കിടക്കുകയാണ്, ദേവാലയം തകർന്ന് കിടക്കുകയാണ്, വീടുകളെല്ലാം തകർന്ന് കിടക്കുകയാണ്, എല്ലാം കത്തിച്ചാമ്പലായി എന്നാണ്. ചാരങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. വളരെ പാടുപെട്ട നെഹമ്യാവ് കുറച്ചുപേരെ കൂട്ടിക്കൊണ്ട് വരുന്നത്. ഈ മനുഷ്യനെ വലിയ ആത്മാർത്ഥത ഉണ്ടായിരുന്നു. എന്താണ്, മതിൽ പണിയണം. മതിൽ പണിയാന്നല്ല, ദേവാലയം. ആദ്യമേ മതിൽ പണിതിട്ട് വേണമല്ലോ ദേവാലയം പണിയാം. മതിൽ പണിതെങ്കിൽ മാത്രമേ അന്നത്തെ ഒരു കോട്ടയുടെ സംസ്കാരം സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഇന്ന് നമുക്ക് മതിലില്ല, കുഴപ്പമില്ല, നമുക്ക് CCTV മതി. പക്ഷെ അന്ന് മതിലാണ് സേഫ്റ്റിയുടെ ഏറ്റവും വലിയ അടിത്തറ. മതിലില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവനെ സംരക്ഷിക്കുന്നതാണ് മതില്. അപ്പോൾ മതില് പണിയാനായിട്ട് നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ വളരെ കുറച്ചു പേരെ കിട്ടിയുള്ളൂ. ഒത്തിരി പേരോട് പറഞ്ഞു, വളരെ 100 വർഷം എടുത്തു നോക്കണം. നമ്മുടെ ചരിത്രത്തിൽ നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ 100 വർഷം കഴിഞ്ഞു പോയിട്ട് യെരുശലേമിന്റെ തകർന്ന പട്ടണ മതിൽ പണിയുന്നതിന് സാധിച്ചില്ല. കാരണം മതിൽ പണിയാൻ വന്നപ്പോൾ അവിടെ ഭയങ്കര എതിർപ്പാണ്. തോബിയാവും സാൻബലത്തും ഒക്കെ ഭയങ്കര എതിർപ്പാണ്. അത് പറഞ്ഞ് മതിലിന്റെ ആവശ്യമില്ല. എന്തിനാ മതില്, എല്ലാം തകർന്ന് കിടക്കല്ലേ, ഉള്ളി ആശസ്. ഇവിടെ ചാരങ്ങൾ മാത്രമേ ഉള്ളൂ, വെട്ടിയവർ മാത്രമുള്ളവർക്ക് എന്തിനാണ് മതില്? എന്തെങ്കിലും നമുക്കുണ്ടോ? നമ്മുടെ പൗരാണികത എന്തെങ്കിലും ഉണ്ടോ? സ്മാരകങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആരാധനാലയം ഉണ്ടോ? എന്തിനാ മതില്? അവർ ഭയങ്കരമായ എതിർപ്പുണ്ടാക്കി. 100 വർഷത്തെ നെഹമ്യാവിന് ശേഷമുള്ള ആ കാലഘട്ടത്തിൽ തുടങ്ങിയുള്ള ആൾക്കാരുടെ പ്രവർത്തന ഫലമായിട്ടാണ് മതിൽ പണിയുന്നത്. പക്ഷെ എന്നാൽ ഇതില് അതീവ ദുഃഖിതനായിരുന്ന ഒരു നെഹമ്യാവിനെയാണ് നെഹമ്യാവിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. എന്താണ്, ഒരു കാര്യം ചെയ്യാനായിട്ട് രാജാവ് പറഞ്ഞയച്ചു, ഫണ്ട് കൊടുത്തു വിട്ടു. ഈ സൈറസ് എന്ന് പറയുന്ന ഈ രാജാവ് ഫണ്ടോടുകൂടി നിങ്ങൾ പോയി എത്ര രൂപ വേണമെങ്കിലും എടുത്തോ, ഖജനാവിൽ എടുത്തോണ്ട് പോകുമോ. ഇത്ര വിശാലമനസ്കനായ ഒരു രാജാവ് അല്ലെ, ലോക ചരിത്രത്തിൽ നമ്മൾ അദ്ദേഹത്തെയൊക്കെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെയൊക്കെ നമ്മൾ എത്രമാത്രം ആദരവ് കൊടുക്കണം. ഈ ഇസ്രായേൽ മക്കളെ ഇറാഖിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുപോകാനായിട്ട് മശിയ എന്ന് പറഞ്ഞ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് അഭിഷിക്തൻ എന്ന് പറഞ്ഞ്
ഈ രാജാവിനെ നാമകരണം ചെയ്യുന്നുണ്ട്. നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമാണ് പ്രിയമുള്ളവരെ. ലോക വിശ്വാസികളുടെ ചരിത്രത്തിൽ ഈ രാജാവ് ഒറ്റ ഒരാളില്ലായിരുന്നെങ്കിൽ എന്നും ആ ബാബിലോണിയൻ പ്രവാസത്തിന്റെ ഇസ്രായേൽ മക്കളെ കഴിഞ്ഞാൽ. എന്നാൽ അവർക്ക് അവർ വിടുതൽ നൽകാൻ വേണ്ടി 80 വർഷം പ്രവാസത്തിൽ കിടന്ന ജനത്തെ അവരുടെ കണ്ണുനീര് കഷ്ടപ്പാട് കണ്ട് അവരെ വിടുവിക്കുവാൻ വേണ്ടി ഈ സൈറസ് എന്ന് പറയുന്ന ഈ രാജാവിനെ ദൈവം വിളിക്കുക. സൈറസിന്റെ പ്രശസ്തമായ എഡിറ്റുകളൊക്കെ ലഭ്യമാണ്. നമ്മുടെ പലസ്തീനിലും ഒക്കെ പ്രശസ്തമായ എഴുത്തുകൾ ലഭ്യമാണ്. അപ്പോൾ ഈ രാജാവ് പറഞ്ഞിട്ട് കുറച്ച് ചെറുപ്പക്കാർ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, ഞങ്ങൾ പോകുന്നില്ല. ഇവിടെ എന്താ നല്ല സൗകര്യമാണ്, ഇവിടെ എന്ത് നല്ല സൗകര്യം, എന്ത് നല്ല എഡ്യൂക്കേഷനാണ് ഇവിടെ ഉള്ളത്, ഞങ്ങളവിടെ എന്നാ അവിടെ ഒന്നുമില്ല, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ അവർക്ക് പ്രചോദനം നൽകി വിളിച്ചുകൊണ്ട് വന്ന് മതിൽ പണിയാൻ തുടങ്ങിയപ്പോൾ ശക്തമായ എതിർപ്പ്. 11-ാം അധ്യായം 1 മുതൽ 13 വരെ വായിക്കുമ്പോൾ അപ്പോൾ അവിടെ നമുക്ക് വളരെ വ്യക്തമായി കാണുകയാണ് മതിൽ പണിയാനായിട്ട് സാധിക്കാതെ ദുഃഖിതനായിരുന്ന നെഹമ്യാവ്, തന്റെ മുമ്പിൽ പ്രതികൂലങ്ങൾ മാത്രം. അപ്പോഴാണ് നെഹമ്യാവിന്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട്. ഇവിടെയാണ് വിദ്യാഭ്യാസം നമ്മുടെ തിരിച്ചറിവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. നെഹമ്യാവിന്റെ ദൈവാത്മാവ് നെഹമ്യാവിനോട് പറയാം, നീ മതിലൊക്കെ പണിയുന്നതൊക്കെ സ്റ്റോപ്പ് യുവർ ആക്ടിവിറ്റി, ഇവിടെ അവസാനിപ്പിച്ച് നീ ഒരു കാര്യം ചെയ്യും. എന്താ? ഈ ന്യായപ്രമാണ പുസ്തകങ്ങള് കണ്ടിട്ട് ജനം കണ്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞുപോയി. നമ്മുടെ ബൈബിള് ഇപ്പൊ നമുക്ക് സുപരിചിതമായി ബൈബിൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്. ഈ ബൈബിൾ ഇല്ലാത്തൊരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ഓർത്ത് നോക്കിക്കും. ബൈബിൾ അച്ചടിക്കാത്തൊരു കാലം, ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ബൈബിൾ അച്ചടിക്കുന്നത്. കേരളത്തിൽ നമുക്ക് ബ്രിട്ടീഷ് മിഷണറിമാരോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആരുടെയും വലിയ പണ്ഡിതന്മാരുടെ ഒന്നും ഫലമായിട്ടല്ല ഈ ബൈബിൾ ഉണ്ടായത്. ഇവിടെ ബ്രിട്ടീഷ് മിഷണറിമാരുടെ അവരുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് നമ്മൾ ഇന്ന് വായിക്കുന്ന മലയാള ഭാഷ വില്യം കേറിയൊക്കെ നമ്മള് ദൈവത്തിന് നന്ദി പറയണം. 30 ഭാഷകൾ പഠിച്ച് ഒരു ചെരുപ്പ് കുത്തിയായി ഇംഗ്ലണ്ടിന്റെ തിരുവോരങ്ങളിൽ ജീവിച്ചിരുന്ന വില്യം കേറി ഭാരതത്തിൽ വന്ന് സെറാബോ എന്ന് പറയുന്ന കൽക്കട്ടയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗ്രാമപ്രദേശത്ത് വന്ന വഴിയിൽ സ്വന്തം കുടുംബാംഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് യാതൊരു വൈമനസ്യം കൂടാതെ ഈ കരയിൽ വന്ന് ഭാഷ പഠിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ നിന്ന് ലാറ്റിനിൽ നിന്ന് മലയാളത്തിലേക്ക്, ആദ്യമേ തമിഴിലേക്കാണ് ട്രാൻസ്ലേഷൻ നടത്തിയത്. ബംഗാളി, പല ഭാഷകളിലേക്ക് 30 ലാംഗ്വേജിൽ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് ബൈബിൾ നമുക്ക് ലഭിക്കുന്നത്. അന്ന് ബൈബിൾ ഉണ്ടായിരുന്നു, ലാറ്റിൻ ബൈബിളാണ്. അത് ഈ സുറിയാനി പാരമ്പര്യമുള്ളവർ മാത്രം, അവരുടെ അച്ഛന്മാർക്ക് മാത്രമേ ബൈബിൾ വായിക്കുന്നത്. കാരണം അവർ മാത്രം ലാറ്റിൻ പഠിക്കുന്നു. ലാറ്റിൻ എന്ന് നമ്മൾ വളരെ കോമൺ അല്ല. നമ്മള് ഉദാഹരണമായിട്ട് സുറിയാനി ഭാഷ എന്ന് പറയുന്ന പോലെ ലാറ്റിൻ നമ്മൾ പഠിക്കുന്നില്ലായിരുന്നു. പക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ബൈബിൾ നമുക്ക് വിവർത്തനം നൽകിയത് ബ്രിട്ടീഷ് മിഷണറിമാർ, അല്ലാതെ നമ്മുടെ ഇവിടുത്തെ വലിയ പണ്ഡിത കേസരിമാരൊന്നുമല്ല ഈ ബൈബിൾ നമുക്കില്ല. അതുപോലെ തന്നെയല്ല, ആദ്യത്തെ കോളേജ് ഏതാണ്? CMS കോളേജാണ്. പെൺകുട്ടികൾക്ക് വേണ്ടി ആദ്യത്തെ വിദ്യാഭ്യാസ വിദ്യാലയം ഉണ്ടായത് എവിടെയാണ്? കോട്ടയത്താണ്. അത് മിഷണറിമാരുടെ സംഭാവനയാണ്. അന്ന് ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നുകൊണ്ട് ഇവിടെ വിദ്യാലയങ്ങളൊന്നും സ്ഥാപിക്കാനായിട്ട് ഈ ഉയർന്ന തലങ്ങളിലുള്ള സഭകളിലുള്ള ആൾക്കാർക്ക് തയ്യാറായിരുന്നില്ല. കാരണം എന്താ അറിയോ? ബൈബിൾ സാധാരണക്കാരെ വായിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അടിമത്തങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കപ്പെടും. ഈ ബൈബിൾ വായിക്കാനായിട്ട് കൊടുക്കരുത്. ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ലിബറേഷൻ ഉണ്ടാകും. ഇത് വായിച്ചു കഴിയുമ്പോൾ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടാകും, ചിന്താഗതിക്ക് മാറ്റമുണ്ടാകും. അതുകൊണ്ട് ഇത് ബൈബിൾ കൊടുക്കരുത്. അത് പൂജിച്ച് എന്ത് ചെയ്യണം? പൂജാപാത്രമായിട്ട് പ്രധാന പൂജാമുറിയിൽ ഇങ്ങനെ വെക്ക് മാത്രമേ ചെയ്യാവുള്ളൂ. കുറച്ചു പേർക്ക് മാത്രമേ. അതിനെയാണ് വിപ്ലവകരമായ രീതിയിൽ ഇവിടെ വന്ന് ഭാഷ പഠിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കി. ഇത് തന്നെയാണ് നെഹമ്യാവ് ചെയ്യുന്നത്. നിങ്ങളെ നമ്മൾ കാണുമ്പോൾ ജനം എന്താണ്? ന്യായപ്രമാണം നിങ്ങൾ വായിച്ചു കേട്ടിട്ടുണ്ടോ? നെഹമ്യാവ് ജനത്തോട് ചോദിക്കുക. കോമൺ ക്വസ്റ്റ്യൻ സാധാരണക്കാരോട് ചോദിച്ചത്, നിങ്ങൾ ന്യായപ്രമാണം, ഞങ്ങൾ ഈ സാധനം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അങ്ങനെയാണ് ന്യായപ്രമാണ പുസ്തകം പൊടി തട്ടി എടുത്ത് ജനത്തിന് വായിച്ചു കൊടുക്കുകയാണ്. ജനത്തിന് വായിച്ചു കൊടുക്കുമ്പോൾ ജനത്തിന്റെ അറിവില്ലായ്മയാകുന്ന ഇരുളകറ്റി അവര് മതിൽ പണിയാനും അതുപോലെ റീബിൽഡ് ദ ടെമ്പിൾ, വീണ്ടും ദേവാലയം പുതുക്കി പണിയാനും അവർ തുടങ്ങുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥത്തിൽ സഭയുടെ വിദ്യാഭ്യാസ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒന്നാമതായി ഇരുളകറ്റുന്നതാണ് സഭയുടെ വിദ്യാഭ്യാസ ശുശ്രൂഷ. ഞാനൊക്കെ എത്ര എക്സാമ്പിൾ പറഞ്ഞു. വില്യം കേറി സെറാബോ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ആദ്യത്തെ ഞങ്ങളൊക്കെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലാണ് ഡിഗ്രി, MD, PhD ഒക്കെ ചെയ്യുന്നത്. ആ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. വില്യം കേറിയും മാർഷ്മാനും വില്യം വാർഡും സെറാബോ ട്രയോ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അവർ സ്ഥാപിച്ച ആദ്യത്തെ യൂണിവേഴ്സിറ്റി, ഏറ്റവും പൗരാണികമായ അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒതന്റിക്കേഷൻ ഉള്ള ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ്. ഇതിന്റെ ഡിഗ്രി ലോകത്തിൽ എവിടെയും അത് ഒതന്റിഫൈഡ് ആണ്, ലോകത്തിൽ എവിടെയും വാല്യൂ ഉള്ളതാണ്. നമ്മുടെ കേരളത്തിന്റെ എല്ലാ യൂണിവേഴ്സിറ്റി മറ്റുള്ളവർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ സെറാബോന്റെ ഡിഗ്രിയുമായിട്ട് നിങ്ങൾ എവിടെ പോയി, ആഫ്രിക്കയിൽ പോയാലും അമേരിക്കയിൽ പോയാലും കാനഡയിൽ പോയാലും ജർമ്മനിയിൽ പോയാലും എവിടെ പോയാലും സോക്കെ പ്രോബ്ലം. കാരണം അത്രമാത്രം അതോറിറ്റി ഉള്ളതായ ഡിഗ്രിയാണ്. അവിടെ ഞാൻ പറഞ്ഞു വന്നത്
ഈ ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് ഇവരിങ്ങനെ സ്ഥാപിച്ചത്? നമ്മുടെ ഉള്ളിലുള്ള ഇരുളിനെ അകറ്റാൻ വേണ്ടിയാണ് അവര് വിദ്യാഭ്യാസം കൊണ്ടുവന്നത്. നമ്മുടെ ഇവിടെ ഹെൻറി ബേക്കർ ജൂനിയർ എത്ര സ്കൂളുകളാണ് ഞാൻ എപ്പോഴും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പപ്പന്മാരായപ്പോൾ അവിടുത്തെ സ്കൂളുകൾ ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. UP സ്കൂളാണ്. മനോഹരമായി മതിലൊക്കെ കെട്ടി പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ നടപ്പിലാക്കി എത്രയോ പേരുടെ അന്ധകാരം അകറ്റിയതാണെന്നറിയാമോ? എത്രയോ പേര് ജോലിക്കാരായി മാറിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകളൊക്കെ ഇന്ന് പരിതാപകരമായി പോകുന്നുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അവിടെ നിന്ന് പഠിച്ച് എത്രയോ പേര് ഇന്ത്യയുടെയും ലോകത്തിന്റെയും പല സ്ഥലങ്ങളിൽ ഉന്നതമായ സ്ഥാനങ്ങളായിരിക്കാൻ കാരണം ഈ ഹെൻറി ബേക്കറിന്റെ ഒക്കെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. അവരുടെ വന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച ശേഷമാണ് പള്ളികൾ സ്ഥാപിക്കുന്നത്. വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടി, ഇരുളകറ്റാൻ വേണ്ടി. അതാണ് പ്രിയപ്പെട്ട നെഹമ്യാവ് ഇവിടെ ചെയ്തത്. നെഹമ്യാവിന്റെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയാണ്. ലോകത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷനിസ്റ്റായിട്ടാണ് ഈ നെഹമ്യാവിനെ കാണുന്നത്. നെഹമ്യാവാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥത്തിലുള്ള പിതാവ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹമാണ് അന്ധകാരത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളായി അന്ധകാരത്തിൽ കഴിഞ്ഞ അജ്ഞതയിൽ കഴിഞ്ഞ ജനത്തിന് ന്യായപ്രമാണം അവരെ വായിച്ചു കേട്ടപ്പോൾ ഇവരെ കരഞ്ഞുവെന്നാണ് 8ാമത്തെ അധ്യായത്തിൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത്. കരയുകയാണ്. അയ്യോ, ഇതൊക്കെയാണെന്നോ സത്യം, ഞങ്ങൾ അറിഞ്ഞില്ല. ഇന്നും അന്ധകാലത്ത് നമ്മൾ കഴിയുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം വേണ്ടവിധത്തിൽ വായിക്കുവാനും പഠിക്കുവാനും നമുക്ക് സാധിക്കാതെ. ഒന്ന്, ഇരുളിനെ അകറ്റി. രണ്ടാമതായി 2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 2, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളെ വൈബ്രന്റ് ആക്കുക, കർമ്മോത്സുകരാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. വൈബ്രന്റ്, കർമ്മോത്സുകരാക്കുന്നതാണ് വിദ്യാഭ്യാസം. ഇവിടെ നമ്മൾ നോക്കി ന്യായപ്രമാണം വായിച്ചു കേട്ട ജനത്തിന് അവരുടെ അജ്ഞത അകലിയ. അജ്ഞത എന്ന് പറഞ്ഞാൽ ഇരുള, അന്ധകാരം അത് മാറുന്നു. അവർക്ക് അവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധ്യമുണ്ടാകുന്നു. നിർവഹിക്കപ്പെടേണ്ട കടമകൾ നിർവഹിക്കുവാൻ തക്കവണ്ണം ന്യായപ്രമാണത്തിന്റെ വായന, പഠനം അവരെ സജ്ജരാക്കുന്നു. തൽഫലമായി 52 ദിവസങ്ങൾ, 100 വർഷമായിട്ട് പഠനാത്ത മതിലാണ്. റിയലി ഇറ്റ്സ് എ അമേസിംഗ് മിറക്കിൾ. 52 ദിവസം കൊണ്ട് ഒരു പണിയാണ്. വായിച്ചു 3-ാമത്തെ അധ്യായം 1-7 52 ദിവസം കൊണ്ട് പണി. നിർജീവമായ മനുഷ്യരെ കർമ്മോത്സവരാക്കാനായിട്ട് നെഹമ്യാവിന്റെ പ്രവർത്തനത്തിലൂടെ സാധിച്ചു. അറിവ് നേടുന്നത് എന്താണ്? അറിവിന്റെ ഏറ്റവും വലിയ അഹം മാറുക. അഹം ബ്രഹ്മാസ്മി തത്തമസി. അഹം ബ്രഹ്മാസ്മി, അതാണ് അറിവെന്ന് പറയുന്നത്. അഹം എന്ന എന്റെ അഹങ്കാരം, ഐ ആം സംതിങ്, ഐ ആം ഗ്രേറ്റ്. അത് മാറിയിട്ട് ഞാൻ ആരുമല്ല, ദൈവമാണ് വലിയത്. അതാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ ആരുമല്ല. അതാണ് പ്രിയമുള്ളവരെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം. വിദ്യാഭ്യാസം ആഹാരം ഉണ്ടാക്കാനാണ്. 4 സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ കേമണെന്ന് പറഞ്ഞാൽ എനിക്കുന്നല്ല വിദ്യാഭ്യാസം. 2 സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് എന്റെ അപ്പനെക്കാട്ടിലും എനിക്ക് വിദ്യാഭ്യാസം ഉള്ളവരാണ്, എന്റെ അമ്മയെക്കാട്ടിലും വിദ്യാഭ്യാസം ഉള്ളവരാണ്. അപ്പനെയാമെ തിരിച്ചറിയാൻ മേലാത്തല്ല വിദ്യാഭ്യാസം. അതാണ് ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. സഹോദരനെ തിരിച്ചറിയാൻ സാധിക്കും. ആലോചനക്കാരന്റെ അവരെ പിന്നെ കണ്ടാൽ മിണ്ടാതെ പോകുന്നതല്ല. ഏതെങ്കിലും ഡിഗ്രി സമ്പാദിച്ചില്ല, അതല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം അഹം ഇല്ലായ്മ ചെയ്യുന്ന, അഹം ബ്രഹ്മാസ്മി തത്തമസി, അതാണ് വിദ്യാഭ്യാസം. അഹം ഇല്ലാതെയായി, അഹങ്കാരത്തെ ഇല്ലാതെയാക്കി ഞാൻ ആരുമല്ല, ദൈവമേ അങ്ങാണല്ലോ എല്ലാത്തിനെയും ഉറവിടുന്നത്, ജ്ഞാനത്തിന്റെ ഉറവിടമാകുന്ന തമസ്സോമ. അപ്പോഴാണ് ഈ മൃഗധാരന്റെ വിശിഷ്ട സൂക്തം നമ്പർ 52. അതിൽ തമസ്സോമ ജ്യോതിർഗമയ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്നുള്ള പ്രാർത്ഥന വരുന്നത് ഈ അഹം ബ്രഹ്മാസ്മിയായി മാറുന്നതാണ്. അഹങ്കാരം ഉള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അസതോമ സത്യമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങൾ നയിക്കണമേ. തമസ്സോമ ജ്യോതിർഗമയ, അതായത് ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ. അത് മാത്രം തീരുന്നില്ല, വിദ്യാഭ്യാസം വേറെ പ്രത്യേകതയുണ്ട്. മൃത്യോമ അമൃതം ഗമയ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്നതാണ് വിദ്യാഭ്യാസം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ആധുനിക വിദ്യാഭ്യാസ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ആരാണ് വഹിച്ചത്? നമ്മൾ ഭാരതീയത്തിലല്ല, ഇവിടെ പറയുന്നത് സുശ്രുതനാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി നടത്തുന്നത് പറയുന്നത്. അത് അതിനേക്കാളമായിട്ട് സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു ബിഷപ്പ് ഡോക്ടറാണ്. അതേ അടുത്ത സമയത്ത് മരിച്ചു പോയിട്ട് ആദ്യത്തെ വിദ്യാഭ്യാസ ശസ്ത്രക്രിയ ഡയാലിസിസ് കണ്ടുപിടിച്ചത് വിഷ്ണു ഡോക്ടർ. ഞാൻ പേര് പറഞ്ഞത് പ്രിയമുള്ളവരെ, എങ്ങനെയുള്ള പലരുടെയും പ്രവർത്തനങ്ങളും ദേവസ്വം വായിച്ചു പഠിച്ചത് കൊണ്ട് അവർക്കുണ്ടായ പരിജ്ഞാനം വേണം അവർക്ക് ഈ ആധുനിക വിദ്യാഭ്യാസം ആർജിക്കുവാനായിട്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും നമുക്ക് വിദ്യാഭ്യാസം. കേരളം ലിറ്ററസിൽ 1ാമത് നിൽക്കുന്നതിന് കാരണം എന്താണ്? ഇവിടുത്തെ ക്രൈസ്തവ ബിഷപ്പുമാരുടെ പ്രവർത്തനമാണ്. നിങ്ങൾ UP-യിലേക്ക് പോയി, MP-യിലേക്ക് ഞാനിവിടെ എല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ വലിയൊന്നും 100 വർഷത്തിനപ്പുറമുള്ളവരെ ജീവിക്കുന്നവരെ കാണാൻ സാധിക്കും. എന്നും ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ എല്ലാ കേരളം ഭാരതം ഇങ്ങനെ ഷൈനിങ് ആണ് എന്ന് വിചാരിച്ചാൽ ഇന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഈ ഭാരതത്തിൽ വന്ന ക്രൈസ്തവ മിഷണന്മാരുടെ സംഭാവനകളെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല.
രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നമുക്ക് പ്രിയമുള്ളവരെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് ഇരുളകറ്റുന്നതാണ്. രണ്ട്, ഈ ഇറ്റ്സ് മേക്ക് അസ് വൈബ്രന്റ്, കർമ്മോത്സവരാകുന്നു. മൂന്നാമതായി ഒന്ന് തിരിച്ചറിവ് പകരുന്നതാണ്. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മൾ വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ പഠനം ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടി നവീകരിക്കാനായിട്ടും കൂടെ അവരെ സജ്ജരാക്കിയാണ്. 8-ാം അധ്യായം മുതൽ 10 വരെ ന്യായപ്രമാണം അനുസരിക്കാമെന്നും അതിന് പ്രകാരം ജീവിക്കാമെന്നും ജനം തീരുമാനിക്കുകയാണ്. 11-ാം അധ്യായം 1 മുതൽ 11 വരെ ഈ തിരിച്ചറിവ് ജനത്തിന് പകർന്നത് ന്യായപ്രമാണത്തെ കുറിച്ചുള്ള പഠനമാണ്. ദൈവത്തിൽ നിന്നും അകന്ന ജനം മടങ്ങി വരാനായിട്ടുള്ള ഒരു പ്രേരക ശക്തി അത് ന്യായപ്രമാണമല്ല. അവിടെ ന്യായപ്രമാണ വിദ്യാഭ്യാസം, അവിടുത്തെ യൂണിവേഴ്സിറ്റിയായി ന്യായപ്രമാണം. പക്ഷെ ഇന്നതല്ല. യൂണിവേഴ്സിറ്റികളിലും മറ്റു സമ്പ്രദായങ്ങളിലൊക്കെ ഉണ്ടല്ലോ. വളരെ വളരെ വ്യക്തമായി ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് ദൈവവചനം പടി ജാതികളെ പോലെ ജീവിക്കേണ്ടവരല്ല എന്നൊരു തിരിച്ചറിവ് ജനം നേടിയത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. അനാചാരങ്ങളെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ്. സതി, ശൈശവ വിവാദം, സതി ഒക്കെ നിരോധിക്കാൻ കാരണം നമ്മുടെ രാജാറാം മോഹൻ റോയിയെ കുറിച്ചാണ് പറയുന്നത്. രാജാറാം മോഹൻ റോയി ആരാ എക്സ്പയർ ചെയ്തത്? വില്യം കേറിയും വാഷ്മാനും വില്യം വാർഡുമാണ്. ചരിത്രം വായിച്ചു നോക്കും. രാജാറാം മോഹൻ റോയ്ക്ക് എവിടുന്നാണ് ഈ സതി നിരോധിക്കണമെന്നുള്ള അതുവരെ സതി നടപ്പാക്കിയ ഈ ഭാരതത്തില് സതി നിരോധിക്കാൻ, ശൈശവവിവാഹം നിരോധിക്കാൻ രാജാറാം മോഹൻ റോയിയെ പ്രേരിപ്പിച്ചത് വില്യം വാർഡും വാഷ്മാനും വില്യം കേറിയും അവരുമായിട്ടുള്ള സംവാദം, ഡയലോഗ്, പുസ്തകങ്ങൾ ലഭ്യമാണ്. ചുമ്മാതെ ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണ് ഇന്നും ജാതി വർഗ വേർതിരിവുകൾക്കെതിരെ ശബ്ദിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് വിദ്യാഭ്യാസ പ്രക്രിയയാണ്. ഒരു മനുഷ്യന്റെ സംസ്ഥാനത്തിലുള്ള വ്യക്തിത്വ വികസനമാണ് വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാകേണ്ടത്. വിദ്യാഭ്യാസത്തിലൂടെ ആർജിക്കേണ്ടത് സമസ്ത തലത്തിലുള്ള വ്യക്തിത്വ വികസനം. ക്രൈസ്തവ മിഷണറിമാര് ഇന്ത്യയുടെ ഭാഷയുടെ വികസനത്തിനും മാധ്യമരംഗത്തെ വളർച്ച ആദ്യത്തെ പേപ്പർ ഉണ്ടായത് ഇവിടെയാണ്. CMS പ്രസിൽ നിന്നാണ് ആദ്യത്തെ പത്രം വന്നതാണ്. ഞാൻ പറഞ്ഞത് ഇവിടെ ആരും പേപ്പർ എന്ന് പറഞ്ഞാൽ ആരും കണ്ടിട്ടില്ല. ഇതെല്ലാം വിദ്യാഭ്യാസത്തിൽ നൽകിയ സേവന തുല്യമാണ്. ലാഭേച്ഛ കൂടാതെ അവർ നിർവഹിച്ച ശുശ്രൂഷകളാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെ ജനമല്ലാതെ നമ്മളെ ജനമാക്കിയതിന്റെ വാക്കുകൾ സ്മരിക്കട്ടെ. മൂന്നുകാര്യം പറഞ്ഞു. സഭയുടെ വിദ്യാഭ്യാസ ശുശ്രൂഷയെ കുറിച്ചാണ് ഇന്നും അത് നിർവഹിക്കും. സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് സൺഡേ സ്കൂളിന്റെ ആവശ്യമുണ്ട്. സൺഡേ സ്കൂള് സെക്യുലർ വിദ്യാഭ്യാസം പോലെ തന്നെ നമുക്ക് ദൈവവചന പഠനം ആവശ്യമാണ്. അത് ഒരു മനുഷ്യന് നമ്മളല്ലോ ഇമോഷണൽ കോഷൻ, അവന്റെ ഐക്യമല്ല, ഇമോഷൻ എങ്ങനെയാണ്, അവന്റെ വികാരങ്ങളെ എങ്ങനെയാണ് അവന് നിയന്ത്രിക്കേണ്ടതെന്ന് നമ്മൾ പഠിക്കുന്നത് ദൈവവചനം. അതിന് നമ്മളെ സഹായിക്കുന്ന സൺഡേ സ്കൂൾ. വ്യക്തിയുടെ വ്യക്തിത്വത്തെ വികസനത്തിന് വേണ്ടി അവന്റെ സമുദായം അല്ലെങ്കിൽ സമൂഹത്തെ തിരിച്ചറിയുക ഒക്കെ നമ്മളെ സഹായിക്കുന്ന സൺഡേ സ്കൂൾ. സൺഡേ സ്കൂളിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എത്ര നമ്മൾ പറയുമോ അത് എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടാൽ പറയും സൺഡേ സ്കൂളിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് സഭയുടെ വിദ്യാഭ്യാസ ശുശ്രൂഷയെ മനസ്സിലാക്കി അർത്ഥവത്തായ രീതിയിൽ പ്രതികരിക്കുവാനായി ദൈവം സമർപ്പിക്കാം.